Hello my cuties, it's me Anir Javos, Indian Secret Foodie. Welcome back to my YouTube channel and welcome back to my Albanian Montenegro episode number 3. അപ്പോൾ 3ഉം 4ഉം ഞാൻ ഒരുമിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്നലെ കുറേ സ്ഥലങ്ങളിൽ പോയി, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഒരു മെന്റൽ കപ്പാസിറ്റി എനിക്ക് ഇല്ലായിരുന്നു. സോ അത് മാത്രമല്ല, ഇന്നലെ ഞങ്ങൾ മോണ്ടിനീഗ്രോ പോയി 2 സ്ഥലങ്ങൾ കവർ ചെയ്തു. കച്ചോറും പിന്നെ ബുധുവ ബീച്ച്, അങ്ങനെ 2 സ്ഥലങ്ങളിൽ പോയി. പക്ഷെ ട്രാവലിംഗ് വാസ് സംതിങ്, സത്യം പറഞ്ഞാൽ ഇച്ചിരി ഹെക്റ്റിക് ആയിരുന്നു. കാരണം 4-5 മണിക്കൂർ അങ്ങോട്ട് എടുത്തു, പക്ഷെ തിരിച്ചു വരാൻ 2 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. പക്ഷെ അതിനുശേഷം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഒരു പൊളിച്ചു. എനിക്കത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഡേ 3ഉം ഡേ 4ഉം നമ്മൾ എന്താണ് ചെയ്തത് എന്നുള്ളതിനുള്ള കുറച്ച് വിശദാംശങ്ങളും ഡീറ്റെയിൽസും ആണ് ഇന്ന് ഞാൻ നിങ്ങളിൽ എത്തിക്കാൻ പോകുന്നത്. അപ്പം തുണിമണിയൊന്നും ഇല്ലാത്ത എനിക്ക് ഈ തുണികളൊക്കെ തന്ന സഹായിച്ച എൻ്റെ കുടുംബക്കാരോടും എൻ്റെ കൂടെ വന്നവരോടും ഞാൻ നന്ദി പറയുന്നത്. കാരണം ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് നന്ദനയുടെ ഡ്രസ്സാണ്. ഇന്നലെ ഞാൻ ഇട്ടത് ശ്രീലക്ഷ്മിയുടെ ഡ്രസ്സാണ്. അതിന് മുന്നിൽ ഇട്ടത് മാളുവിന്റെ ഡ്രസ്സാണ്. ചേച്ചി ഗിഫ്റ്റ് ചെയ്യുന്നത്. അതിന് മുന്നിൽ ഇട്ടത് എന്റെ സ്വന്തം, ഞാൻ ഇവിടെ നിന്ന് എന്തിട്ടോണ്ട് വന്നു അതേ സെയിം സീനിലാണ്. സോ അപ്പം ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്, ഞാൻ ഇപ്പൊ ഈ ഇൻട്രോ എടുക്കുന്നത് ഡേ നമ്പർ 4. നമ്മൾ സ്റ്റേ ചെയ്ത അടുത്ത്, ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, റൊസാവ കാസിലിന്റെ മുകളിൽ നിന്നാണ്. എനിക്ക് കാസിലും വാട്ടർഫോളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് പേഴ്സണലി അറിയാമല്ലോ. അപ്പൊ ഞാൻ എന്തായാലും വലിച്ചു നീട്ടി എന്റെ ഇൻട്രോ ഞാൻ ബോറാക്കുന്നില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉറക്കമൊഴിച്ച് ഞാൻ അവിടെ പോലും ചെയ്യാത്ത ഒരു പണി ചെയ്തു, കുളിച്ചു. കാരണം എൻ്റെ മുടി ഭയങ്കര സ്റ്റിക്കി ആയിട്ട് എനിക്ക് തോന്നിയുണ്ട്. ഞാൻ കുളിച്ചു. ഞങ്ങളുടെ റൂം കാണിച്ചു തരാം. ഞാനും എൻ്റെയും നന്ദനേൻ്റെയും റൂമാണ്. സോറി, ഇത് കണ്ടു നിങ്ങളതാ, ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണേണ്ടത്. തുറന്നു പോകാൻ ഇതെന്താണ് തുറക്കാൻ പറ്റും? ഡിസപ്പോയിൻറ്റഡ് ആക്കി. അയ്യോ, ഇതെന്താ തുറക്കാൻ പറ്റുന്നത്? അയ്യോ, ഇങ്ങനെ തുറന്നു. ഇല്ല ഗൈസ്, ഞാൻ ഇപ്പോൾ തുറന്നിടാം. ഇത് എല്ലാം കൂടെ പൊളിഞ്ഞു വരുമെന്നു തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്തായാലും ഇങ്ങനെ കണ്ട ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ക്യാസിലാണ് നമ്മൾ നാളെ പോകുന്നത്. നല്ല രസമുണ്ട് കാണുന്നത്. അവിടെ നിന്നാണ് രാജാവ് പ്രജകളെ ഭരിച്ചുകൊണ്ടിരുന്നത്, താഴെയുള്ള പ്രജകളെ. നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന പോലെ തന്നെ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റിവറുണ്ട്. പിന്നെ ഷാല റിവറിൻ്റെ ബാക്കിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ല വില്ലേജുകൾ കാണാം, വീടുകൾ കാണാം, എല്ലാം കാണാം. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ സമയം 9 മണിയായി. ഇന്ന് ഞങ്ങൾ നേരത്തെ എണിച്ചു റെഡിയായി. ഇന്നലെ ഞങ്ങൾ 10-10 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങാൻ പോകണം. ഇത് ശ്രീലക്ഷ്മീൻ്റെ ഔട്ട്ഫിറ്റാണ്. എനിക്ക് തുണിയും മണിയൊന്നും ഇല്ലല്ലോ ഗൈസ്, ഞാൻ ഓർഫണല്ലേ, ഞാൻ അല്ലാതെ ആയിപ്പോയില്ലേ. സോ അപ്പോൾ ഈ ഡ്രസ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് അവിടെ പോയി നോക്കാം അവരെന്തായെന്ന്. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത്, നമ്മൾ നാളെ ഈ റൂമിലായതുകൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സാധനങ്ങൾ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. സോ നമുക്ക് അവർ റെഡിയാവുന്നു. മുള്ളേ സുന്ദരിയായിട്ട് ശ്രീലക്ഷ്മിയും, ഇതാറുത് സോ എല്ലാവരും റെഡിയായി. നന്ദന ടോയ്ലറ്റിലാണ്. സോ നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമായി. നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. നമ്മളെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് കയറുന്നില്ല. നമ്മൾ വാട്ടർ ബോട്ടിൽ എടുക്കാൻ മറക്കരുത്. സോ വീണ്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഡേയിലേക്ക് കിടക്കുവാണ്. കേക്ക്, ക്രോസാൻ, ജാം, ബട്ടർ, പിന്നെ ലൈക്ക് ഒലീവ്സ്, ചീസ്, പിന്നെ മറ്റേ ആ ചീസിൻ്റെ ഒരു സാധനം, ബേക്കൻസ്, 2 തരം ബേക്കൻസ് ഉണ്ട്, ടൊമാറ്റോ, കുക്കുമ്പോൾ, ബ്രെഡ്, പിന്നെ ക്രീം. ഇത് എനിക്ക് യോഗട്ടാണ് തോന്നുന്നു കേട്ടോ. പിന്നെ 3 തരം ജാമുണ്ട്. പിന്നെ ഇത് ലൈക്ക് മുട്ടയോ പാൻകേക്കോ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ഇത് എഗ്ഗും സോസേജും. പിന്നെ ഇത് എഗ്ഗ്. പിന്നെ നമുക്ക് ആപ്പിൾ ജ്യൂസ് ഉണ്ട്, ചീ ഉണ്ട്, കോഫി ഉണ്ട്, പിന്നെ ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. സോ ഇവിടെ കഴിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക, വലിച്ചെടുക്കുക. ബട്ടർ, ഹണി, ഒലിവ്സ് ഒക്കെ ഉണ്ട്. ഫ്രൂട്ട്സ് പക്ഷേ അങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കും. ദാറ്റ്സ് ടു മച്ച്. 3 സ്പൂൺ. ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇന്നലത്തെ പോലെ വാരി വലിച്ചൊന്നും എടുത്തില്ല. കഴിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ ഇത് ഞാൻ കഴിക്കാൻ പോകുന്നത് ഇത്രയും നല്ല വ്യൂ ആസ്വദിച്ചിട്ടാണ്. ട്രസ്റ്റ് മീ ഗൈസ്,
ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആസ്വദിച്ചിട്ടാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. ഓ മൈ ഗോഡ്, സ്വിമ്മിംഗ് പൂളുണ്ട്. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലുള്ള ഒരു ഹോട്ടലിൽ തപ്പി നടക്കുമായിരുന്നു. നാളെ രാവിലെ സ്വിമ്മിംഗ് പൂളിൽ ജിഗ് അയ്യേ നമുക്കിവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ. സോ നാളെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാം. ഇന്ന് ബീച്ചിൽ അവർക്ക് ഇറങ്ങാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലെങ്കിലും ഇറങ്ങി സെറ്റാക്കും പാവപ്പിള്ളേർ. സോ നല്ല വ്യൂ. ഗുഡ് മോർണിംഗ് വിത്ത് അവരൊക്കെ അകത്തുനിന്ന് ഫുഡ് എടുത്തിട്ട് വരികയാണ്. ഞാൻ നേരത്തെ ഇറങ്ങി. സോ ഞാനിവിടെ ഇരുന്ന് കഴിച്ചു തുടങ്ങാം. അതാണ് പറ്റിയത്. ഞാൻ നിങ്ങളുടെ ഇന്ന് പറയാൻ പോകുന്നത് ഞങ്ങളുടെ പാക്കേജിനെ പറ്റിയിട്ടാണ്. പീക്ക് എസ്കേപ്പ് എന്ന് പറയുന്ന ലണ്ടനിൽ തന്നെയുള്ള 2 കുഞ്ഞു പയ്യന്മാർ നടത്തുന്ന ഒരു പാക്കേജ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ അറിയാം. മുന്നിലെ UK ഡെവൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാനൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. ക്യാമ്പയിനൊക്കെ ചെയ്ത് മറ്റേ ടെന്റൊക്കെ കെട്ടിയിട്ടുള്ള ഒരു സൂപ്പർ ട്രിപ്പായിരുന്നു. അപ്പൊ അത് ഓർഗനൈസ് ചെയ്ത 2 പയ്യന്മാർ തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പും ഓർഗനൈസ് ചെയ്ത് തന്നത്. കാരണം അവര് ലൈക്ക് ഇവിടെ മാത്രമല്ല, ടർക്കി, അൽബേനിയ, മൊണ്ടിനീഗ്രോ, ഒരുപാട് അതർ കൺട്രീസിൽ അവർ പാക്കേജ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസൈഡ് UK ആണെങ്കിലും ഔട്ട്സൈഡ് UK ആണെങ്കിലും വളരെ അഫോർഡബിൾ ആയിട്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങളുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. കൂടെ വന്ന ഗൈഡ് എത്ര കംഫർട്ടബിൾ ആണ്. ഞങ്ങളുടെ അക്കോമഡേഷൻ, ഫുഡ്, പിന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ എല്ലാം വളരെ അഫോർഡബിൾ ആയിട്ട് എല്ലാമാണ് അവർ ചെയ്തു തന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ പാക്കേജിന് പെർ പേഴ്സൺ സംതിങ് ലൈക്ക് അത് ഞാൻ സംഭവം ഓരോ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്ത് പോകണമെങ്കിൽ എക്സ്പെൻസ് ഇത്തിരി കൂടും. സോ ഞങ്ങള് ഒരു പേഴ്സൺ സംതിങ് വന്നിട്ട് 300 pound ആണ് ഒരു പേഴ്സൺ ആയിട്ടുള്ളത്. അപ്പം എക്സ്ക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ്. അപ്പം ആ ഒരു 300 poundന് അൽബേനിയ, മൊണ്ടിനീഗ്രോ എന്ന് പറയുന്ന 2 രാജ്യം 4 ദിവസം കൊണ്ട് കണ്ടു തീർക്കാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ടാസ്ക്. നല്ല രീതിയിൽ അവർ എല്ലാ രീതിയിലും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. അപ്പൊ വിളിച്ച് അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്തായി, ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരെ കുറിച്ച് എന്നെ നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ നിങ്ങൾ അവരെ വിശ്വസിക്കാം. ബിക്കോസ് അവരുടെ 2ാമത്തെ പാക്കേജ് ആണിത്. ഇനി ഞാൻ പോകുന്നുണ്ട്, ടർക്കി പോകുന്നുണ്ട്, പിന്നെ 2-3 സ്ഥലം ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോകുന്നുണ്ട്. എനിവേ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും പാക്കേജിന്റെ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇൻഫോർമേറ്റീവ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ എന്റെ ഫോണിൽ വെള്ളം കയറിയിരിക്കുന്നുള്ളതുകൊണ്ടാണ് എന്നെ ഒരു മങ്ങലായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഹൗസ് ദ മോർണിംഗ്? Superb with the view. How's the morning? എല്ലാവരും ബാക്കി വെച്ചിരിക്കുന്നു. ഞാനാണ് ഫുള്ള് കഴിച്ചത്. അവളാണ് ഫുൾ കഴിച്ചത്. ഗുഡ് മോർണിംഗ്. സോ നമ്മുടെ ശ്രീലക്ഷ്മിയുടെ സ്കിൻ കെയർ ഒക്കെ കറക്റ്റ് അറിയണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. ആ ഒരു ഫേസിന്റെ ഗ്ലോ കണ്ടു. അതെ, അവള് ഇടുന്ന ആ ഒരു പ്രൊഡക്റ്റിന്റെ റിസൾട്ടാണ് ഈ ഒരു ഗ്ലോയിലുള്ളത്. സോ എല്ലാരും അത് ഫോളോ ചെയ്യാം. സോ ഞാനും ഫുള്ള് കഴിച്ചുട്ടോ. ഞാനും ഗുഡ് ഗേളാ. പിന്നെ ഇവിടെ പിന്നെ ഫ്രൂട്ട്സ് എടുക്കാൻ പൊമഗ്രാനൈറ്റ് വണ്ടിയിലുണ്ട്. അത് തിന്നു. സോ നമ്മളെ സ്ഥലം ഇതാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഓൾറെഡി നമ്മൾ ലേറ്റായി. 10 മണിയായി. 9 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞതാണ്. എല്ലാവരും 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ച് ലേറ്റാക്കിയാണ് നമുക്ക് ശീലം. സോ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല സൂപ്പറായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു കിടില മോർണിംഗ് ആയിരുന്നു. പിന്നെ ഇവക്ക് വയ്യ, എനിക്കും വയ്യ. പിന്നെ എനിക്ക് ഓൾറെഡി വയ്യ. സോ നമ്മളിപ്പോൾ ഇവിടെ തിരിക്കും. എന്നിട്ട് നമ്മൾ ഖോത്തർ എന്ന് പറയുന്ന ഒരു കറ്റോർ എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് പോകുന്നത്, മോണ്ടിനീഗ്രോ. സോ നമ്മളിപ്പോൾ മോണ്ടിനീഗ്രോന്റെ ഒരു പാർട്ട് ഓഫ് സൈഡിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മൾ കറ്റോറിൽ പോവാണ്. സോ ഇറങ്ങിയിട്ട് കാണാം. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ മോണ്ടിനീഗ്രോയിലേക്ക് പോവാണ്. അത് വേറൊരു കൺട്രി ആയതുകൊണ്ട് തന്നെ ഈ ഒരു കൺട്രി ക്രോസ് ചെയ്തത് ഇതിൻ്റെ ബോർഡറിൽ വെച്ചിട്ട് നമ്മുടെ ID കാർഡ് ഇവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ക്യൂവിലാണ് നമ്മൾ കഴിഞ്ഞ ഒരു 20 minutes ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുവാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. ഇതാണ് മെയിൻ പോസ്റ്റായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ലൈക്ക് നമ്മുടെ BRP കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് എന്താണോ നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ ID അത് നമ്മൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ നമ്മുടെ ഗൈഡ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാസ്പോർട്ടോ എന്തോ ID കാർഡ് എടുത്തിട്ടുണ്ടോയെന്ന്. സോ അപ്പോൾ ID കാർഡാണ് നമ്മളിപ്പോൾ കാണിച്ചു കൊടുക്കാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കാണിച്ചു കൊടുത്തവർക്ക് പ്രൂവ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇങ്ങോട്ട് കടത്തി വിടുത്തു. കാരണം എന്തെങ്കിലും ഇല്ലീഗലായിട്ടോ ഇല്ലെങ്കിൽ വേറൊരു കൺട്രി നമ്മൾ കടക്കുമല്ലേ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഇത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് BRP കാർഡ് കൊടുത്തതിന് ശേഷം അവർ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് ക്രോസ് ചെയ്താൽ
അപ്പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ. ഐ ഡി ചോദിച്ച സമയത്ത് നമ്മുടെ കയ്യിൽ BRP ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും BRP കൊടുത്തു. അപ്പോൾ പാസ്പോർട്ടിൻ്റെ കൂടെ കോപ്പി കാണിക്കണം. അപ്പം ഇവൾ പാസ്പോർട്ട് എടുത്തിട്ടില്ലായിരുന്നു ഗൈസ്. അപ്പം പാസ്പോർട്ട് ഇല്ലാതെ കയറ്റി വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം അവരവിടെ ചെക്കിങ്ങിന് പാസ്പോർട്ട് ഇല്ലാണ്ട് എങ്ങോട്ടാ? ഞാനൊക്കെ അറിയണ്ടറിയില്ല. ഞാൻ രാവിലെ പേഴ്സിൽ നിർത്തുന്നു ബാഗിൽ വെച്ച് പോകുമ്പോൾ മിസ്സാവണ്ട വിചാരിച്ചിട്ട്. പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് അവർ നമ്മൾ തിരിച്ചു പറഞ്ഞു വിടുകയാണ്. അപ്പോൾ നമ്മളെ റൂം ഇവിടെ നിന്ന് അടുത്താണ്. പോയി പാസ്പോർട്ട് എടുത്തിട്ട് വരാൻ പോവാണ്. ഓക്കെ, ഇത്രയും വലിയ ഗതികേട് ആർക്കും വരുത്തല്ലേ ദൈവമേ. അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വരിക. അതെ, ട്രാവൽ നിങ്ങൾ നന്നായിട്ട് ട്രാവൽ ചെയ്യും. നന്ന് ജോത്സ്യം പറഞ്ഞപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ദൈവത്തിന് ഓർത്ത് ഞാൻ വിചാരിച്ചില്ല. നേരത്തെ നേരത്തെ ഇറങ്ങി വണ്ടി ഇന്ന് നേരത്തെ പോയിട്ട് 2 സ്ഥലമൊക്കെ കവർ ചെയ്യാന്ന് പറഞ്ഞു പെട്ടെന്ന് എണിച്ച് കുളിച്ച് റെഡിയായി വണ്ടി കയറിയപ്പം എന്റെ ചാച്ചിയെ പാസ്പോർട്ട് മറന്ന. സോ അപ്പൊ ഞങ്ങൾ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമെത്തി കാണിച്ചില്ല, എപ്പോൾ കാണിച്ചില്ല, നമ്മൾ ഹോട്ടൽ കാണിച്ചില്ല. നിങ്ങൾ മോർണിംഗ് ഞങ്ങളുടെ ഹോട്ടലിന്റെ മോർണിംഗ് വ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഇപ്പൊ കാണിച്ചില്ല. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ഹോട്ടല്. കാരണം കിടിലം വ്യൂ ആണ്. താഴെ ഒരു വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്നാൽ പോലും നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടത്തില്ല. പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നാളെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാം. ഇങ്ങനെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷെ പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞ എന്റെ ചേച്ചിക്ക് ഒരു നല്ല അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അതെ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് അപ്പം നമുക്ക് അല്ല നമ്മൾ ഹോട്ടലിൽ ഞങ്ങൾക്ക് ഹോട്ടലും കൂടെ കാണിച്ചു തരികയില്ല. അതൊരു നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് വീണ്ടും ഓണാക്കി എടുക്കാൻ വയ്യ. ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണ് ഗൈസ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്ന പോലെ അല്ല, ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പാടാണ്. ഇനി ഈ വീഡിയോസ് ഒക്കെ ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്ന രാത്രി ഇതൊക്കെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങളുടെ ഹോട്ടൽ ഇതാണ്. ഞങ്ങളുടെ ഹോട്ടൽ ഇത് കയറി പോയില്ലേ കണ്ടോ? അതെ ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഹായ്, നല്ല രസമുണ്ട്. ഇതിന്റെ മുകളിലത്തെ 2 റൂമാണ് ഞങ്ങളുടെ റൂം. കേട്ടോ, കണ്ടോ? സൂപ്പർ അല്ലേ? സൂപ്പർ. ഇന്ന് ഞങ്ങൾ മോണ്ടിനീഗ്രോയിലാണ്. അപ്പോൾ മോണ്ടിനീഗ്രോയെ സംബന്ധിച്ച് 1 ആണെങ്കിൽ പോലും നമ്മുടെ അൽബേനിയ മോണ്ടിനീഗ്രോ എപ്പിസോഡ് നമ്പർ 3 ആണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഉറക്കമൊണിച്ചു. അവിടെ നിന്ന് 5-6 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ മോണ്ടിനീഗ്രോ വന്നേക്കുവാണ്. ഇതൊരു അനദർ കൺട്രിയാണ്. സോ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ അൽബേനിയയിൽ നിന്ന് ഈ ഒരു ബോർഡർ എത്തുന്ന സമയത്ത് ബോർഡർ ചെക്കിങ്ങിന് നമ്മൾ പാസ്പോർട്ടും വിസയല്ല പാസ്പോർട്ടും നമ്മുടെ BRP ഒക്കെ അവർക്ക് കാണിക്കണം. അപ്പം അത് എന്റെ ചേച്ചി മറന്നുകൊണ്ട് നമ്മൾ അതെടുക്കാൻ വേണ്ടി വീണ്ടും പോയി. കയ്യിലിട്ടേക്കുന്നു ഞാൻ വീട്ടിൽ അതെടുക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല റഷ് തോന്നുന്നുണ്ടോ? അപ്പൊ നല്ല റഷ് ഉള്ള ഒരു സിറ്റിയാണ് മോണ്ടിനീഗ്രോ സിറ്റി എന്ന് പറഞ്ഞാൽ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കെറ്റോർ എന്ന് പറഞ്ഞൊരു സംഭവം. കെറ്റോർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് ഞാനൊരു ഇൻട്രോ എടുക്കുന്നത്. ലൈക്ക് നല്ല രസമുണ്ട് സിറ്റി. പക്ഷേ ഒരു ട്രാവൽ ടൈം നമ്മളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 5 to 6 hours വരെയൊക്കെയാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലം. തെറ്റ് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ ഇപ്പോൾ UK നിന്ന് സ്കോട്ട്ലൻഡ് പോകുന്ന അല്ലെങ്കിൽ വെയിൽസിൽ പോകാനാണെങ്കിലും നല്ല ദൂരം ഉണ്ടാവും. അതുപോലെയൊക്കെ തന്നെയായി ഇവിടെയും. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് നമ്മൾ കട്ടോർ സിറ്റിയിൽ അല്ലെങ്കിൽ മോണ്ടിനീഗ്രോയിൽ എവിടെയൊക്കെ പോയി എന്തൊക്കെ കണ്ടു എന്ന് പറയുന്ന വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പം കുറേ നേരമായിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ഥലത്ത് നിർത്തി കുറച്ച് പിക്ചേഴ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ അമ്മേ എന്തൊരു ഭംഗി അറിയോ ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ മോണ്ടിനീഗ്രോയിലാണ്. മോണ്ടിനീഗ്രോ എന്ന് പറയുന്ന വേറൊരു കൺട്രിയാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഈ ഒരു വ്യൂ വാസ് നല്ല രസമുണ്ട്. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നു. എൻ്റെ മുഖത്ത് ഉറക്കശീലം നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഈ വ്യൂ ഒരു രക്ഷയില്ല, നല്ല രസമാണ്. സോ ഗായ്സ്, ഇത് എന്താണ് സംഭവം ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ഡ്രൈവർ എത്തി അവിടെ ഒരു കോഫി കുടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുവാണ്. നല്ല രസമുണ്ടെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. വീടാണോ എന്താടായിരിക്കും ഇത്? അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ചൊളിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഏകദേശം നമ്മൾ ഒരു സിറ്റി എത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നെറ്റൊന്നും ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല. കാറിൽ കിടന്ന് എല്ലാവരും നല്ല രീതിയിൽ ഉറങ്ങി മരിച്ചു എന്ന് തന്നെ പറയാം. സോ നമ്മളുടെ
അവർ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഞാൻ ഇതേത് ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മൾ കറ്റോർ എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ എത്തിയിട്ടുണ്ട്, മോണ്ടിനീഗ്രോയിലെ. ഒരുപാട് കാലത്തെ ട്രാവലിന് ശേഷമാണ് നമ്മൾ എത്തിയത്. ഈ കാണുന്നത് ഷിപ്പാണ് കേട്ടോ. അപ്പോൾ ഷിപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറ്റോർ എന്ന് പറയുന്നൊരു സിറ്റിയിൽ എത്തിയേക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റിയാണ്. നമുക്ക് അങ്ങോട്ട് പോയാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അവിടെ എന്തൊക്കെയുണ്ടെന്ന്. സോ അപ്പം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്ലേസാണ്. ഇതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ കണ്ടോ. പിന്നെ ഇവിടെ എവിടെയോ ഒരു കേബിൾ കാർ ഉണ്ട്. അതൊരു ക്യാസിലാണ്, ഒരു ക്യാസിലാണത്. അവിടെ നമുക്ക് കയറാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഒരു ക്യാസിലാണ്. കുറേ ദൂരം നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നല്ല മടുപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളുടെ ഒരു കുഞ്ഞു സിറ്റിയിൽ, കറ്റോറിലെ ഒരു കുഞ്ഞു സിറ്റിയിലേക്കാണ് പോകുന്നത്. ഐ തിങ്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം. പിന്നെ നമുക്ക് മാഗ്നറ്റ് വാങ്ങണ്ടേ, മറ്റേ മോണ്ടിനീഗ്രോൻ്റെയും അൽബേനിയൻ്റെയൊക്കെ മാഗ്നറ്റ് വാങ്ങണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം നമുക്ക് ആ ചേട്ടനെ ഫോളോ പിന്തുടർന്ന് പോകാം. ഇവിടെയാണ് ഒരു ഷിപ്പുള്ളത്, വലിയൊരു എഴുമണ്ടൻ കച്ചഗോബോല ഷിപ്പാട്ടോ. കാരണം ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അത്ര വലിയ ഷിപ്പ്. അവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇത് ഹോട്ടലല്ല, ഇത് ഷിപ്പ് തന്നെയാണ്, വെള്ളത്തിൽ കിടക്കുന്ന ഷിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാഗ്നറ്റ് വാങ്ങുന്ന കട നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കുവാണ്. കറ്റോർ വാങ്ങണം, മോണ്ടിനീഗ്രോ വാങ്ങണം. മോണ്ടിനീഗ്രോ അതൊരു കൺട്രി അല്ലേ, അപ്പോൾ അത് അങ്ങനെ മേടിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുവാണ് ഏതെടുക്കണമെന്ന്. അപ്പം മോണ്ടിനീഗ്രോ ലൈക്ക് ഏതെടുത്താൽ കൊള്ളായിരിക്കും? ഇത് കൊള്ളായിരിക്കും മോണ്ടിനീഗ്രോ. ഇത് കൊള്ളത്തില്ല. ഞാനാണ് ഇത് നോക്കിയത് കൊള്ളാമോ? നല്ല രസമുണ്ട് കേട്ടോ. എനിക്കല്ലെങ്കിൽ ഇങ്ങനത്തെയാണ് ഇഷ്ടം, ക്ലീൻ ആയിട്ട് ഇങ്ങനെ വരുന്നത്. മോണ്ടിനീഗ്രോ ഇതെടുത്തത് കറ്റോർ സിറ്റിയാണ് ഇത്. ഇവിടെ നമുക്ക് നല്ല ഫുഡ് ഐറ്റംസ്, ഇവിടെയാണ് നമുക്ക് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള യുണീക്ക് ഫുഡ് ഐറ്റംസ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതൊരു മറ്റേ മാർക്കറ്റ് ആയിട്ടുള്ള സംഭവമല്ലേ. അപ്പോൾ ഓരോ ഷോപ്പിലും അവരുടേതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് കഴിച്ചു നോക്കാൻ പറ്റും. സോ ഐസ്ക്രീം, അങ്ങനത്തെ സാധനങ്ങൾ, എങ്ങനത്തെ സാധനങ്ങളാണെന്ന് നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്കത് മേടിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. സോ ഒരു കുഞ്ഞു സിറ്റി, ലൈക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ കാസിൽ അവിടെയാണ്. അവിടെ നിന്നാണ് നമ്മളെ രാജാവ് ഇവിടുത്തെ പ്രജകളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും നല്ല ഫുഡ് കിട്ടുമോ നോക്കാം. മറ്റേ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ഇനി തേടേണ്ടത്. കറ്റോർ എന്ന് പറയുന്ന ഈ ഒരു സിറ്റീൻ്റെ ഏകദേശം കുഞ്ഞു ചരിത്രമൊക്കെ അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന്, സ്ക്വയർ ആൻഡ് സ്ട്രീറ്റ് ആൻഡ് ഗേറ്റ്സ്, ഇതിൻ്റെയൊക്കെ പ്രത്യേകതകളാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് രാജാവ്. ദേ ഇവിടെ ഇത് നമ്മുടെ സിറ്റി, ഈ സെയിം സാധനം തന്നെ സിറ്റിയാണ് ഇത്. പിന്നെ കുറേ വീടുകളും അതും ഇതൊക്കെയാണ്. ഒരു കുഞ്ഞു ചരിത്രം തന്നെ ഇവിടെയുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അൽബേനിയക്കാലം ഇച്ചിരി ഒരു ബിൽഡിങ്സിനൊക്കെ ഇച്ചിരി പ്രത്യേകത ഉള്ളൊരു കൺട്രി ആയിട്ട് മോണ്ടിനീഗ്രോ എനിക്ക് തോന്നി. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ ഇപ്പം നല്ല വിശപ്പുണ്ട്, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. സോ അപ്പോൾ ഞങ്ങൾ 2 പീസ് നോ ഫോട്ടോ വിഷം തളർന്നിട്ട് ഞങ്ങൾ മാർഗരറ്റ് പിസ്സ മേടിച്ചു. മാർഗരറ്റ് പിസ്സ അങ്ങനെ എന്തോ മേടിച്ചായിരുന്നു. അവൾ ഐസ്ക്രീം അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കൊക്കെ തൊണ്ടവേനാണ്, ഞങ്ങൾക്കൊന്നും ഐസ്ക്രീം വേണ്ട. അവളെ പൈസ ക്യാൻ യു പ്ലീസ് അസിസ്റ്റ് ഹർ? ബനാന സോൾട്ട് ഒന്നും വേണ്ട, നീ പിസ്ത തന്നെ വാങ്ങും. സോ അവൾ ഐസ്ക്രീം വാങ്ങാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ചേർച്ചിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ചേർച്ചിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്, ബിയർ കുടിക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, വിഷയമുണ്ട്. നൈസ്. ആ ഒരു സിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കാസിലല്ല, ഒരു കാസിൽ പോലത്തെ ഒരു സംഭവത്തിനകത്താണ്, ഒരു കോട്ടയ്ക്കകത്താണ്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ ആ സിറ്റി കറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരു നോർമലായിട്ടുള്ളൊരു പ്ലേസിലെത്തും. അവിടെ ഇനിയും കുറേ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അതൊന്നും നോക്കിയില്ല, കാരണം നമുക്ക് പെട്ടെന്ന് കൂടുമല്ലോ. അപ്പം ലൈക്ക് നല്ല രസമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ആണെങ്കിൽ കറക്റ്റ് ഒരു വില്ലേജ് സെറ്റപ്പ്, നമ്മൾ എക്സ്പെക്റ്റേഷൻസിലൊക്കെ വെക്കുന്ന പോലത്തെ, സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ വില്ലേജിൽ, ഏത് സിനിമയിൽ നമ്മൾ ടർക്കിഷ് ഫിലിംസിലൊക്കെ കാണുന്ന ഒരു സെറ്റപ്പാണ് എനിക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റിയത്. ലൈക്ക് കോട്ട, ഒരു ഡ്രസ്സിങ് ആണെങ്കിലും ആ ഒരു
ഒരു വോളാണെങ്കിലും ആൾക്കാരാണെങ്കിലും എല്ലാം അങ്ങനത്തെ ഒരു രീതിയിലാണ് എനിക്ക് കാണാൻ പറ്റിയത്. വാട്ടർ ആണെങ്കിലും നല്ല നീല കളറിലാണ് കിടക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഷിപ്പുണ്ട്, അവിടെ കൂടെ ഷിപ്സ് പോകുന്നുണ്ട്. നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാം കണ്ടു കഴിഞ്ഞു. നല്ല തിരക്കുണ്ട്. അപ്പം ഞങ്ങൾ ഇനി അടുത്ത ഇവിടെ നിന്നുള്ള മറ്റേ ബുധുവ ബീച്ചിൽ പോവുകയാണ്. അതിന് പ്രൊണൗൺസിയേഷൻ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാരും വന്ന് പൊങ്കാല ഇടാൻ നിൽക്കണ്ട. പിന്നെ ഇന്നത്തെ ദിവസം കുറച്ചൊരു എല്ലാവർക്കും ഒരു മടി പിടിച്ചത്. ബിക്കോസ് എന്താന്ന് വെച്ചാൽ ട്രാവൽ ചെയ്ത് ഇത്രയും 3ാമത്തെ ദിവസം ആയതുകൊണ്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും കാറിലുള്ളൊരു ടൈമും നമ്മളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ട്രാവൽ എന്ന് പറഞ്ഞാൽ 4 to 5 മണിക്കൂർ വരയ്ക്കുമാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കുള്ള ട്രാവൽ. ഇനി ഇവിടെ നമ്മൾ തിരിച്ച് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തെടുത്ത് പോകാൻ വേണ്ടിയിട്ട് 5-6 മണിക്കൂർ എടുക്കും. ഐ തിങ്ക് സോ. കാരണം അത്രയും ടൈം നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് ട്രാവൽ ചെയ്താണ് വന്നത്. പക്ഷെ ട്രിപ്പ് എന്ന് വെച്ചാൽ അടിപൊളി ട്രിപ്പായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ബർത്ത്ഡേ വാസ് ടു ഗുഡ്. എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചില്ല. ഇനി എല്ലാ ബർത്ത്ഡേ ഞാൻ വേറൊരു കൺട്രി പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഖറ്റോറിൽ നിൽക്കുവാണ്. മോണ്ടിനീഗ്രോയിലെ ഖറ്റോറിൽ നിൽക്കുവാണ്. ഇവിടെ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ബുധുവ ബീച്ചിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മൾ കൊട്ടോറിൽ നിന്നും നമ്മൾ ബുധുവ ബീച്ചിലേക്ക് വന്നേക്കുവാണ്. ഇത് മോണ്ടിനീഗ്രോയിലെ ഒരു അടിപൊളി സൂപ്പർ ബീച്ചാണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട സ്ഥലം തന്നെ. അതുപോലെ അവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് താഴെ കാണുന്നത് ഫുള്ളും ബീച്ചാണ്. അതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി ബീച്ചാണ് ബുധുവ ബീച്ച്. അപ്പം ഇവിടെ വരുന്ന നമുക്കൊരു ഉറപ്പില്ലായിരുന്നു. കാരണം നമ്മൾ കച്ചോറിൽ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. നമ്മളെല്ലാം പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇവിടെ വരാൻ പറ്റുന്നത്. ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് പറ്റിയത് അതായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഒരു സ്ഥലത്തിന് കുറേ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് അടുത്ത സമയത്ത് പോകാനുള്ളൊരു ടൈം ഭയങ്കര കുറവായിപ്പോയി. അപ്പം നമ്മളിപ്പോൾ കുറച്ച് സ്പീഡിനെല്ലാം ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു സ്ഥലം കൂടെ കവർ ചെയ്യാൻ നമുക്ക് പറ്റും. സോ ഇതാണ് മോണ്ടിനീഗ്രോ നമ്മുടെ ലൈക്ക് ബീച്ച്. സോ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കുളിക്കാനല്ല ഞാനില്ല കേട്ടോ. ഞാൻ ഞങ്ങളെ ചിച്ചി പരിപാടിക്കൊന്നും ഞാനില്ല. അവർ കുളിച്ചിട്ടൊക്കെ വരട്ടെ. നല്ല രസമുള്ളല്ലേ കണ്ട. മോണ്ടിനീഗ്രോ ഐ തിങ്ക് വെള്ളം ഇച്ചിരി നല്ല തണുപ്പായിരിക്കും. ഇറങ്ങിയാലും നല്ല രീതിയിൽ തണുപ്പായിരിക്കും. സോ അപ്പോൾ നമ്മൾ ബീച്ചിൽ വന്നത് ഇങ്ങനെ ഇരിക്കുവാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര മടി കഴിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. കാരണം മേ ബി ആയിരിക്കും. ഇന്നലെ എനിക്ക് അവിടെ നിന്ന് തിരിച്ചപ്പോൾ മുതൽ ഇന്നിപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചപ്പോൾ മുതൽ എനിക്ക് ഒന്ന് ഉറങ്ങിയാൽ മതി എന്നൊരു ഭാഗം. അപ്പോൾ അവരൊക്കെ ഇവരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പിന്നെ എനിക്ക് പെട്ടിയും പ്രമാണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രസ്സും സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഗൈസ്. പിന്നെ നിങ്ങളുടെ സന്തോഷ വാർത്ത പറയാൻ പറഞ്ഞു. എനിക്ക് ഡ്രസ്സ് കിട്ടി. എയർപോർട്ടിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ നാളെ പോയി അത് കളക്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ഇപ്പോൾ ശ്രീലക്ഷ്മി നന്ദിനെയും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർ വന്നതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു ഫിഷിൻ്റെ 2 ഐറ്റം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. സീവാസ് ഗ്രില്ല് വിത്ത് വെജിറ്റബിൾസും സ്ക്വിഡ് ഫ്രൈയും ആണ്. അതായത് ഫ്രൈഡ് സ്ക്വിഡുമാണ് ഓർഡർ ചെയ്തേക്കുന്നത്. സ്ക്വിഡ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീവാസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് ഈച്ചയൊക്കെ വന്നിരിക്കുന്നത് ദൈവമേ പോട്ടെ. സോ അവരവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമായിട്ട് നിൽക്കുവാണ്. അപ്പം അവർ ഫോട്ടോ എടുത്തിട്ട് വരട്ടെ. അതുവരെയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ക്യൂട്ട് ഡ്രസ്സിലൊക്കെ അവർ ഫോട്ടോസൊക്കെ എടുക്കുവാണ്. എനിക്ക് അനങ്ങാൻ പോലും വയ്യ. എനിക്ക് വയ്യെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. എൻ്റെ തൊണ്ട നല്ല പെയിൻ ഉണ്ട്. എന്നാലും ഒന്നിനൊരു കുറവുമില്ല. സോ ഗൈസ്, നമ്മൾ ഒരു രാജ്യത്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, ഞാൻ UK-ലാണെങ്കിലും ഓരോ കൺട്രീസ് ആയിട്ട് പോകുമ്പോഴത്തേക്കും അവിടേതായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ബിയറൊക്കെ ട്രൈ ചെയ്യുന്നതാണ്. അപ്പം അൽബേനിയ ചെന്നിട്ട് നമ്മൾ ബിയറൊക്കെ ട്രൈ ചെയ്തു. അപ്പം മോണ്ടിനീഗ്രോയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ട്രൈ ചെയ്തു ഇവിടുത്തെ ബ്ലൂബെറിയിൽ ഉണ്ടാക്കുന്ന നിക്സ് ചിക്ക് എന്ന് പറയുന്ന ഇവരുടേതായിട്ടുള്ള ഒരു ബിയറാണ്. അപ്പം അതാണ് ഇത്. അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ചിയേഴ്സ് ഗൈസ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. IPA പോലെ കുറച്ച് കയ്പൊക്കെ ആയിട്ട് കൊള്ളാം. പക്ഷെ കുറച്ച് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ.
എല്ലാം കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിട്ട് ഞങ്ങൾ എല്ലാവരും റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. കീ തപ്പുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിട്ടി അവരെ കീ കിട്ടി. അപ്പം ഞാൻ സോക്സ് ആണ് എൻ്റെ കൈ പിടിച്ചേക്കുന്നത്. സോ ഗായ്സ്, എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ലാസ്റ്റത്തെ ആഗ്രഹമായ പൂളിൽ ഞങ്ങൾ ചാടാൻ പോവുകയാണ്. ശരി. സോ 3G ഗായ്സ്, 3G ചൂടുവെള്ളമെന്നും പറഞ്ഞ് വന്ന് ഇറങ്ങി നമ്മൾ. ഇത് തണുത്ത വെള്ളമാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ എങ്ങനെ കുളിക്കുമെന്ന് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ ദേ അവിടെ കിടക്കാം. ഇവരെന്തെന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമുക്കിതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഗൈസ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ വീണ്ടും ദ സെയിം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയേക്കുവാണ്. ഡ്രസ്സ് മാത്രം മാറ്റുന്ന വ്യത്യാസമേ ഉള്ളൂ. ഇത് സെയിം സംഭവങ്ങളാണ്. പിന്നെ ഇന്നലെ കഴിച്ചതുകൊണ്ട് കുറച്ച് ഐറ്റംസ് കുറച്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ചത്തിരിക്കുന്ന ഒരു റീസണൊക്കെ നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇന്നലെ എന്താണ് സംഭവിച്ചിരുന്നത്, അതാണ് റീസൺ. ഗുഡ് മോർണിംഗ്. എന്റെ ഫോണിൽ ഫുള്ള് വെള്ളം കയറിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നാക്കാൻ പറ്റുന്നില്ല. -0.5 ആക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോകുന്നത് സ്കോഡ്രയിലുള്ള റൊസാഫ എന്ന് പറയുന്ന സ്ഥലത്തില് റൊസാഫ കാസിലാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാസിലാണ്. നമുക്ക് അവിടെ മുകളിൽ ചെന്നിട്ട് വേണം അതിന്റെ വിശേഷങ്ങൾ കാണാൻ. കാരണം ഇപ്പൊ ഈ പേര് പറയുന്നത് പിന്നീട് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഈ പേരൊക്കെ ഞാൻ മറന്നു. അതുകൊണ്ടാണ് അൽബേനിയയിലെ സ്കോദ്രയിലുള്ള റൊസാഫ എന്ന് പറയുന്ന ഒരു കാസിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഫോൺ അടിച്ചു പോയി ഗൈസ്. എന്റെ ഫോൺ വെള്ളമായി ഫുള്ള് ഹ്യൂമിഡിറ്റി, ഈർപ്പം ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുവാണ്. എനിക്ക് 0.5 ഇടാൻ പറ്റുന്നില്ല. ശരിയാവോ എന്തോ, ഫ്രണ്ട് ക്യാമറ ഇല്ല, എന്തോതിനാണോ ഇന്നലെ ഇതൊക്കെ ചെയ്തു. എല്ലാരും ജീവനോടുണ്ടല്ലോ അല്ലേ? എല്ലാരും ജീവനോടുണ്ട്. ഓക്കെ ബൈ. എന്റെ ഫോൺ അടിച്ചു പോയി ഗൈസ്. കണ്ട, ഇതാണ് ഇപ്പൊ എന്റെ ഫോണിന്റെ അവസ്ഥ ഇതാണ്. നോക്കിയേ, ഇത് അടിച്ചുപോയി. ബാക്കിയൊക്കെ ക്ലിയർ ഉണ്ട്. അയ്യോ, എല്ലാം കണക്ക് തന്നെ ദൈവമേ. അത് ശരിയാവുമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതായിരിക്കും ഞാൻ എന്ത് ചെയ്യും ഗൈസ്, എനിക്കറിയില്ല. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റി. ഇതാണ് കാസിൽ. താഴേക്ക് വരുമ്പോൾ ഒരു വ്യൂ ഇങ്ങനെയാണ്. സോ എങ്ങനെയൊക്കെ എൻ്റെ ഫോണിന് ഞാൻ ഊതി ആറ്റിപ്പിച്ച് ഈ ഒരു അവസ്ഥയെത്തി. എന്നാലും ഇതിൻ്റെ സീൻ ഇത് തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ റൊസാനിയ കാസിൽ നിൽക്കുവാണ്. കാസിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണോ കാസിൽ? അപ്പോൾ ഇവരെവിടെ താമസിക്കും? അതെ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. യെസ്. പിന്നെ യുദ്ധം നടത്തുന്ന സ്ഥലമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം ഉണ്ടാക്കി വെക്കുന്നത്. പോടി. നമ്മളിപ്പം ഈ ഒരു മൗണ്ടൻ അല്ല ഈ ഒരു സ്റ്റെപ്പ് കയറി പോകുമ്പം നമുക്ക് കാണാനുള്ള വ്യൂ നിങ്ങൾക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് കാണിച്ചു തരാം. സോ കാണിച്ചു തരാം. എനിക്ക് ഈ സൈഡ് നോക്കണം. നിങ്ങൾക്ക് ഏത് സൈഡ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരണം എന്ന്. ദിസ് ഈസ് ദ പെർഫെക്റ്റ് പ്ലേസ്. ഐ വാണ്ട് ടു ഷോ യു സംതിങ്. എടേ ഇതിലാണെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഫോൺ അടിച്ചു പോയതുകൊണ്ട് തൽക്കാലം ഈ വ്യൂ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ സ്ഥലങ്ങളാണ് കേട്ടോ. ഇതാണ് കാസിൽ. പിന്നെ ഈ ഇപ്പുറത്തെ സൈഡിലെ വ്യൂ കാണിച്ചു തരാം. ലൈക്ക് കുഞ്ഞു വില്ലേജാണ്. ഇവിടെ ഏതോ ഒരു ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. കാരണം ഹോട്ടലിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കാസിൽ കാണാൻ പറ്റുന്നുള്ളൂ. കാരണം ഞാൻ 2-3 വീഡിയോയിൽ നീ കാണിച്ചു തന്നതല്ലേ. അപ്പം നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമെന്ന് വെച്ചാൽ നല്ല രസം. ഗൈസ്, നിങ്ങൾ എൻ്റെ ഈ ക്ലാരിറ്റി ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇത് ഒരു സിറ്റിയാണ്, നമ്മുടെ സ്കോഡയിൽ തന്നെയുള്ളൊരു സിറ്റിയാണ്. ഈ സിറ്റിനെ മിനി ഇറ്റലി എന്ന് അറിയപ്പെടും. ബിക്കോസ് ഇതൊരു ഇറ്റലി പോലെയാണ് ഇരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒട്ടും ക്ലിയർ ഇല്ലല്ലേ, ഓക്കെ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചർച്ചും കാത്തലിക് ചർച്ചും പിന്നെ നമ്മുടെ ബെന്തിക്കോസ് ചർച്ചും പിന്നെ മോസ്ക്, നമ്മുടെ പള്ളിയില്ലേ, മുസ്ലിം പള്ളി, എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് റിലീജിയൻസ് തമ്മിൽ പരസ്പരം അടിയും വഴക്കൊന്നും ഇല്ലാണ്ട് എല്ലാവരും നല്ല രീതിയിൽ കണക്റ്റായിട്ട് പോകുന്ന ഒരു സിറ്റി ആയതുകൊണ്ടാണ് ഇത് ഹാപ്പി സിറ്റി. പിന്നെ ഇത് ഗുഡ് സിറ്റി, ഗുഡ് റിലീജിയൻ സിറ്റി എന്തോന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. കാരണം ഇവർക്ക് പേഴ്സണലി ഈ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ്. അവർ ഓൾറെഡി ലൈക്ക് അതുകൊണ്ടാണ് ഈ സിറ്റീനെ ഇങ്ങനത്തെ ഒരു പേരിൽ അറിയപ്പെടുന്നത്. സോ
അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത്. ഓക്കെ. സോ അപ്പോൾ നമ്മൾ ആ സിറ്റിയിൽ തന്നെ ഒരു ഷോപ്പിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കുവാണ്. ഇവിടെ ലൈക്ക് അൽബേനിയൻ്റെ എൻ്റെ കുറേ ഇതൊക്കെ ഉള്ള ഇത്, കാരണം നമ്മൾ എവിടെ പോയാലും മാഗ്നറ്റ് വാങ്ങണം നമുക്കറിയാലോ. പിന്നെ എന്തെങ്കിലും ഫ്രണ്ട്സിനോ ഫാമിലിക്കോ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ 3 ക്യാമറ അടിച്ചു പോയി. 4 ക്യാമറ, ഫ്രണ്ടിലത്തെ ക്യാമറ ഉൾപ്പെടെ എല്ലാ ക്യാമറയും ഗൈസ് അടിച്ചു പോയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് സ്ക്വാഡ സിറ്റിയിലാണ്, സിറ്റി സെൻറ്ററിലാണ്. അപ്പോൾ ഞങ്ങൾ ക്യാസിൽ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു. കുറച്ചൊരു പർച്ചേസിങ്ങും കാര്യങ്ങളായിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റൊക്കെ മേടിക്കണ്ടേ. അപ്പോൾ ഞാനൊരു സ്പെക്സ് വാങ്ങിച്ചായിരുന്നു. പിന്നെ നമുക്കിവിടെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇച്ചിരി ചീപ്പായിട്ട് കിട്ടും. UK അപേക്ഷിച്ച് കുറച്ച് ചീപ്പായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ പ്രാഡേൻ്റെ ഒക്കെ ഗ്ലാസ് വരും 25 യൂറോവേ ഉള്ളൂ. അതായത് നമ്മുടെ പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 20-25 പൗണ്ട് സംതിങ്. സോ അപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ഒരു സിറ്റി സെന്റർ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ശ്രീലക്ഷ്മിൻ്റെ ഫോണിൽ നിന്നാണ്. കാരണം മറ്റേ ഫോണിൻ്റെ ഗ്ലാസ് ക്യാമറ അടിച്ചു പോയത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫോണിൽ നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചർച്ചും മോസ്കും എല്ലാം കൂടെ ഉള്ളത്, ഒരു റിലീജിയൻസ് എല്ലാം ഒരു വഴക്കും അടിയൊന്നും ഇല്ലാതെ ഭയങ്കര സ്നേഹത്തോടെ കഴിയുന്ന ഒരു സിറ്റി എന്നാണ് ഇവരിതിനെ പറയുന്നത്. അപ്പം പർച്ചേസ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ വരാം. ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത ഒരു ബസാറിലേക്ക് പോകുന്നുണ്ട്. അൽബേനിയയിൽ തന്നെ തിരാനേൻ്റെ അടുത്ത് തന്നെ ഒരു ബസാറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ചുകൂടി പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിച്ച് കൺവേർട്ട് ചെയ്ത് പൈസയൊക്കെ തീർക്കുന്നതിനേക്കാളും ഭേദം നല്ല സാധനങ്ങൾ മേടിച്ച കുഴപ്പമില്ല. ഞാൻ 2-3 കുഞ്ഞു സാധനങ്ങൾ മേടിച്ചു. പിന്നെ നമ്മൾ അൽബേനിയൻ്റെ ഒരു മാഗ്നറ്റ്, ഒരു നല്ലൊരു മാഗ്നറ്റ് എനിക്ക് ഇവിടെ വാങ്ങിച്ചു. ഞാൻ ഇതുവരെ മേടിച്ചിട്ടുള്ള കൺട്രി മാഗ്നറ്റ് എല്ലാം സ്ക്വയർ ടൈപ്പാണ്. അപ്പം ഞാൻ അൽബേനിയൻ്റെ മാഗ്നറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും വീട്ടിൽ കൊണ്ട് എനിക്ക് ഒട്ടിച്ച് വെക്കണം. പിന്നെ എൻ്റെ ഫോണിൽ റേഞ്ച് ഇല്ല. എൻ്റെ ഫോണിൻ്റെ ഗ്ലാസ് അടിച്ചു പോയതുകൊണ്ട് എൻ്റെ ഫോണിൻ്റെ ക്യാമറ അടിച്ചു പോയതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ സ്ക്വാഡ സിറ്റിയിൽ സിറ്റി സെൻറ്ററിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. സോ ഫൈനലി വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് പ്ലേസ്? കുറിയ ബസാർ. ഓക്കെ, നമ്മൾ കുറിയ ബസാറിൽ വന്നേക്കാണ്. ഫൈനലി നമ്മൾ ആ ഫോട്ടോയിൽ കണ്ട ക്യൂട്ടായിട്ടുള്ള ഇതിനൊരു മാറ്റമല്ലോ കേട്ടോ, ക്യൂട്ടായിട്ടുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നൊരു കിടില വ്യൂ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. താഴെ കുറേ വില്ലേജൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് താഴെ കാണുന്നത്. കണ്ടോ, ഹോൾ സിറ്റി, എൻ്റെ ഹോൾ സിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്രൂയ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് ബസാറിലാണ്. ലൈക്ക് ഒരുപാട് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ബസാറിലാണ്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവരൊക്കെ വാരിപ്പറക്കി എടുക്കുവാണ് സാധനങ്ങളൊക്കെ. ഞാനിങ്ങനെ ഷോപ്പിംഗ് നടന്ന് കാണുവാണ്. അതിൻ്റെ തൊണ്ട നല്ല വേദനയുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് കിള്ള നല്ല സാധനം. നമ്മൾ മാഗ്നറ്റ് ഉണ്ട്. പിന്നെ ഇതൊക്കെ സിൽവറാണ് കേട്ടോ. സിൽവർ നല്ല 2 യൂറോൻ്റെ ഉള്ളൂ 1 ഗ്രാം. അങ്ങനെ പ്യുവർ സിൽവറാണ് 2 ഗ്രാമേ ഉള്ളൂ. പിന്നെ അവർ ഹാൻഡ് മെയ്ഡായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന അവരുടെ സോപ്പ്, ബാഗ്, പ്ലേറ്റ്സ്, പിന്നെ കപ്പ്, കമ്മലുകൾ, പിന്നെ ചില ഹാൻഡ് മെയ്ഡ് ഡ്രസ്സുകളുണ്ട്. പിന്നെ ചില ആ ഭാഗത്തൊക്കെ കുറേ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ത്യക്കാരാണെന്ന് അറിയാതെ അവർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് മേടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ഫ്രം ഇന്ത്യ ആണെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഈ ഒരു മാർക്കറ്റ് നമ്മളിങ്ങനെ കാണാം. പക്ഷേ ഇത് കാണാനും ഫോട്ടോ എടുക്കാനും നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ അവരുടെ ട്രഡീഷണൽ ആയിട്ടൊരു ഫുഡും കിട്ടും. ഇത് ആ ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതെല്ലാം കാണുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കയറി വരുന്നത് ഈ ഒരു വലിയ കാസിലിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഈ ഒരു കാസിൽ നല്ല വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ കുരിയ എന്നൊക്കെ എഴുതിയിരിക്കുന്ന എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഒരു സംഭവം കാണാം. ഇതിൽ ജെ സൈലൻ്റ് ആണ് കേട്ടോ. പിന്നെ ഇതേ ആ ഒരു സാധനം കണ്ടോ, നമ്മൾ ഈ ബാഹുബലി സിനിമയിലൊക്കെ കാണുന്ന പോലെ യുദ്ധത്തിന് ആൾക്കാരൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു സംഭവമില്ലേ, അതാണ് അത്. അപ്പോൾ ഈ ഒരു കൊട്ടാരത്തിനകത്താണ് ഇവിടുത്തെ രാജാക്കന്മാരും റാണിമാരും ഒക്കെ വാഴുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കൊട്ടാരം പോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ദ ഹോൾ എൻറ്റയർ സിറ്റി കാണാൻ പറ്റും. ഇത് കണ്ടോ, എല്ലാം ഇതിനടിയിലാണ്. എല്ലാവരും ഇതിനടിയിലാണ്. അതായത് അടിമക്കാരും രാജാക്കളുടെ
എല്ലാവരെയും ഈ ഒരു ഭാഗത്തു നിന്ന് നോക്കിയാൽ എല്ലാം ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. ലൈക്ക് നല്ല ഭംഗിയുള്ള കാസിൽ നമുക്കിത് അകത്ത് കയറാൻ പറ്റും തോന്നുന്നു, അറിയത്തില്ല, കുറച്ച് നോക്കിയിട്ട് നമുക്ക് അകത്ത് കയറാൻ ടിക്കറ്റ് എടുക്കണമെന്ന് അറിയത്തില്ല. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും മലയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാറുണ്ട്, ഇവിടെ ഒരു ട്രഡീഷണൽ ബാറ്, ട്രഡീഷണൽ ബാറുണ്ട്. അപ്പം ഞാൻ എവിടെയാ പോയാലും ബാറിൻ്റെ ആളാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഏതെങ്കിലും ഒരു ട്രഡീഷണൽ പേര്. ഇന്നലെ എനിക്ക് കുടിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് കുടിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ദേ നിങ്ങൾ കണ്ടോ, നല്ല രസമുണ്ട് എന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. ആൾക്കാരൊക്കെ അവിടെ നിന്ന് വ്യൂ ഒക്കെ കാണുവാണ്. നമ്മൾ അതിൻ്റെ വണ്ടിയിലോട്ട് പോകും തോന്നുന്നു. പോകുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. ഇവരിവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുവാണ്. അപ്പം ഇതൂടെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ എയർപോർട്ടിലായിരിക്കും പോകുന്നത്. നമുക്ക് 11:50 ഫ്ലൈറ്റ്. ഞങ്ങളൊരു 9 മണി അടുപ്പിച്ച് 9-10 മണി അടുപ്പിച്ച് നമ്മൾ എയർപോർട്ടിൽ പോകും. അപ്പം ഇതാണ് ഇവിടെ നിന്നുള്ള ക്യൂട്ടായിട്ടുള്ള വ്യൂ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ തിരുവല്ല എയർപോർട്ടിൽ തിരിച്ചു വന്നേക്കാണ്. എന്തിനാണെന്ന് അറിയാലോ, എൻ്റെ ബാഗ് കളക്ട് ചെയ്യാൻ. എനിക്ക് അവിടെ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ബാഗ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തതിന് ശേഷം തിരിച്ച് എയർപോർട്ടിൻ്റെ ഭാഗത്തെത്തി. ഇനി ഇവിടെ ചെന്നിട്ട് ബാഗിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് അവരോടൊന്ന് ചോദിക്കണം. അപ്പം കിട്ടോ ഇല്ലേന്നൊന്നും എനിക്ക് ഒരു പിടിയുമില്ല, പക്ഷെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ലൈക്ക് എൻ്റെ ബാഗ് ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ അവർ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വിട്ടു. പിന്നെ എൻ്റെ ക്യാമറ സീൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. തന്നെ റിയലി എക്സ്ട്രീംലി സോറി. എനിക്ക് വേറെ ഒരു വഴിയുമില്ല എന്ത് ചെയ്യണമെന്ന്. സോ അപ്പം ഞാനിവിടെ നിൽക്കുവാണ് ബാഗ് കളക്ട് ചെയ്യാൻ വേണ്ടി. എൻ്റെ ബാഗ് ഇരിക്കുന്നു. കുഴപ്പമില്ല, ഇനിയിപ്പം അടുത്ത ദുബായ് ട്രിപ്പിൽ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഫസ്റ്റ് അവിടെ വന്നപ്പോഴത്തേക്കും അവർ ബാഗേജിൻ്റെ പേരും എന്താ മാറ്റി അടിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു കാർഡ് കാണിച്ചപ്പോൾ എൻ്റെ പാസ്പോർട്ടായിട്ട് റിലേറ്റഡ് അല്ലാത്തതുകൊണ്ട് അതിനവർ കുറേ നേരം അവർ വെയിറ്റ് ചെയ്യിപ്പിച്ചു, കുറേ സംസാരിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ. എനിവേ എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 7:45 9 മണിക്കാണ് ഞങ്ങൾക്ക് ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഒരു 3 to 4 hours നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പം നന്ദന ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ക്യാമറ ഫുള്ളും സീനായിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒന്ന് ശരിയായി വന്നതേ ഉള്ളൂ. അപ്പോൾ ചേച്ചിയും അവള് ശ്രീലക്ഷ്മിയും കൂടി ടോയ്ലറ്റിൽ പോയേക്കുവാണ്. അപ്പം ഞങ്ങൾ എല്ലാ സാധനങ്ങളും, എനിക്ക് കിട്ടിയ ഗിഫ്റ്റും സാധനങ്ങളൊക്കെ വാരിപ്പറക്കി വന്ന് ഇവിടെ ഇരിക്കാൻ സ്ഥലമല്ല. അപ്പം ഞങ്ങൾ നിലത്താണ് ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ അൽബേനിയ വിട്ട് തിരിച്ചു പോവുകയാണ് ഗായ്സ്, തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മുടെ ചെക്കിങ്ങിനൊക്കെ കഴിഞ്ഞു, ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ചെറിയൊരു കുറച്ച് കളത്രക്കളവ് നിങ്ങൾ കാണിച്ചു കേട്ടോ. അയ്യോ, അങ്ങനെ ഓരോന്ന് കടത്തിക്കൊണ്ട് വരുന്നതല്ല, നിങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കരുത്. ലൈക്ക് ഞങ്ങളുടെ ബാഗിനകത്ത് കുറച്ച് ലിക്വിഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് വെള്ളം, പിന്നെ ഇവർ എണ്ണ മേടിച്ചായിരുന്നു. പിന്നെ ബാഗേജ് എക്സ്ട്രാ പേ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഞങ്ങളിവിടെ പേ ചെയ്തില്ല. ഞങ്ങൾ കയറി വന്നു, പക്ഷെ അതത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ലൂട്ടണിൽ നിന്ന് വരുമ്പോൾ ഒരു എക്സ്ട്രാ ബാഗിന് 57 പൗണ്ട് ഞങ്ങൾ ഓൾറെഡി പേ ചെയ്തതാണ്. ഇവിടെ വന്നപ്പോൾ അവർ 36 പൗണ്ട് പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പേ ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പം അവർ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, അവർ ഞങ്ങൾ കയറ്റി വിടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളവിടെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമായി പോയേനെ. എനിക്ക് നമ്മുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി 11:50 ഫ്ലൈറ്റ്. ഇനി ഏകദേശം 1.5 മണിക്കൂറുണ്ട്. ഇനി പോയി ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് റിലാക്സ് ആയതിനു ശേഷം റിലാക്സ് ആയതിനു ശേഷം 2 മണിക്കായിരിക്കും ഞങ്ങൾ ലൂട്ടനിൽ എത്തുന്നത്. അപ്പം അവിടെ നിന്ന് ഫ്രണ്ട്സ് വരും പിക്ക് ചെയ്യാൻ. പിന്നെ നേരെ കോൺട്രി പോവാണ് ഗൈസ്. ഞാൻ പോവാണ് ഗൈസ്, അൽബേനിയ വിട്ട് പോവാണ് ഗൈസ്. സോ ഗൈസ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്കറിയാം എനിക്ക് വയ്യാന്ന്. സോ നന്ദനയ്ക്ക് ചെറിയ രീതിയിൽ പനി പിടിച്ചു, മേ ബി ഇന്നലെ എൻ്റെ അടുത്ത് കിടന്നുകൊണ്ടായിരിക്കും. സോ അതെല്ലാം കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് പൂളെന്നുള്ളത്. തണുത്ത വെള്ളം എന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാം പെർഫെക്റ്റ് ആണ്. ഞങ്ങളിപ്പോൾ പൂളിൽ അടിച്ച് പൊളിക്കുകയാണ് ഗൈസ്. ഈ ഒരു വീഡിയോൻ്റെ എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഐ എം സോ ഹാപ്പി, എൻ്റെ കൂടെയുള്ളവരും സോ ഹാപ്പി. അപ്പോൾ എൻ്റെ അൽബേനിയ എപ്പിസോഡ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ നീറ്റ് ജാമസ് യൂട്യൂബ് ചാനലോടൊപ്പം നീറ്റ് ജാമസ് ഇൻസ്റ്റ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്യുക, അതിലാണ് ലൈഫ് സ്റ്റൈലും വ്ലോഗും കാര്യങ്ങളും ഇടുന്നത്. എന്തെങ്കിലും ഡൗട്ട് മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ എനിക്ക് അതിൽ മെസ്സേജ് അയക്കുക. മാത്രമല്ല എൻ്റെ ബർത്ത്ഡേ, ഈ ഒരു അൽബേനിയ ട്രിപ്പ് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് പീക്ക് എസ്കേപ്പ് ആൻഡ് താങ്ക് യു സോ മച്ച് മൈ ഫ്രണ്ട്സ്, മൈ ഫാമിലി, എവരിവൺ. എൻ്റെ ചേച്ചി നീലിമ ചേച്ചി, എല്ലാവർക്കും താങ്ക് യു. സോ ബൈ ഫ്രം നീരജ അമോസ്.